അച്ഛനും അമ്മക്കുമില്ലേ ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ വളർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ധൈര്യം വേണം. എനിക്ക് നിന്നെ വേണ്ടടാ എന്ന് പറയാനുള്ള ധൈര്യം. ഞാൻ പറഞ്ഞു ചെയ്ത് വേറെ ഒന്നുമല്ല, 2 വർഷം മുമ്പാണ് വിവാഹം നിശ്ചയിച്ചത്. ആ നിശ്ചയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ 50,000 രൂപ, 4.5 പവൻ്റെ സ്വർണം, ഇതെല്ലാം ചെറുക്കന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വർഷം ഇവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ ഗംഭീരമാക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഗംഭീരമായിട്ട് നിശ്ചയവും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അതായത് കല്യാണമല്ലേ വരുന്നത്. ഈ ചെറുക്കൻ അപ്പോഴാണ് പറയുന്നത് 50,000 രൂപ എനിക്ക് ചിലവിന് വേണം, 5 പൈസയില്ല. പെണ്ണിനെ മോളെ കെട്ടാൻ വന്നവനാ പറയുന്നത്. 5 പൈസയിലെ കയ്യിൽ 50,000 രൂപ അതും ഉണ്ടാക്കി കൊടുത്തു. ഏകദേശം 13 ലക്ഷം രൂപയുടെ സ്വർണവും മേടിച്ചു ഇവർ. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു കുറച്ച് ആഭരണങ്ങൾ വേറെ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കുറച്ച് ആഭരണം നമ്മൾ ധരിക്കുന്നുണ്ട്, അത് മുക്കുപണ്ടമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണോടാ നീ പെണ്ണ് കെട്ടുന്നത്? അതായത് ഇവരുടെ ചെലവിലാണ് ഇവൻ വണ്ടി വിളിച്ചത്, അതുപോലെ തന്നെ ഇവൻ്റെ സഹോദരിമാർക്ക് ഡ്രസ്സ് എടുത്തത്, അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ് എടുത്തത് എല്ലാം ഈ പെണ്ണിൻ്റെ വീട്ടുകാരുടെ ചെലവിൽ. എന്നിട്ടും യാതൊരു എളുപ്പവുമില്ലാതെ ഈ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും പറയുകയാണ്, ഇവളെയാണോടാ നീ കെട്ടാൻ പോകുന്നത്? ഈ മുക്കുവണ്ടക്കാരിയെ 13 ലക്ഷം രൂപയുടെ ആഭരണങ്ങളൊന്നും അവന് പോരാ. അതായത് ഏകദേശം 10-15 പവനുണ്ടാവും. അതൊന്നും പോരാ. ഇവൻ എന്താണെന്ന് വെച്ചാൽ ഇവന് കൂടുതൽ സ്വർണം വേണം. ഏതായാലും ആ പെണ്ണ് ആ നിമിഷം എന്താ പറഞ്ഞെന്നറിയാം, ഇറങ്ങടാ വെളിയിൽ എന്ന് പറഞ്ഞാടുന്ന്. അതിൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് ഇവരുടെ കാല് പിടിക്കാൻ നോക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിമിഷം തന്നെ ആ പെണ്ണിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇറങ്ങടാ വെളിയിൽ എന്ന് പറഞ്ഞാടുന്നത്. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ ഇവർക്ക് ചിലവായ പൈസകൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ വാങ്ങിച്ച 50,000 രൂപ, 4.5 പവൻ്റെ സ്വർണം, ഇതൊക്കെ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് അത്ര ധൈര്യം വന്നത് എന്നുള്ളതാണ്. ഇല്ലെങ്കിലോ കുറേ നാൾ കഴിഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും കുത്തുവാക്കാണ് അമ്മേ, എന്ത് ചെയ്യും അമ്മേ, ആ മുക്കുപണ്ടം ഇല്ലത് കൊണ്ടല്ലേ ഞാനിങ്ങനെ കുത്തുവാക്ക്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇതോ അല്ലെങ്കിൽ ഇതോ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് ഇതാക്കും. ഇതാണ് സാധാരണ നടക്കാറ്. ഏതായാലും ആ സഹോദരിക്കില്ലേ ബിഗ് സല്യൂട്ട്. അത് മാത്രമല്ലേ, ഈ സഹോദരിക്ക് മാത്രമല്ല ആ അച്ഛനും അമ്മയ്ക്കും. കാരണം അത്ര ധൈര്യം കൊടുത്തത് അവർ തന്നെയായിരിക്കാം. പിന്നെ വേറൊരു കാര്യം, നാട്ടുകാരോട് പോകാൻ പറ. അവന്മാർ പറയും 2 ദിവസം, അവളെ അഹങ്കാരം കണ്ടില്ലേ, എന്തൊരു അഹങ്കാര. പക്ഷെ അത് 2 ദിവസം ഉണ്ടാവുള്ളൂ മോളെ. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിലില്ലേ ഈ 20 വർഷം 40 വർഷം നീ ഇത് സഹിക്കേണ്ടി വരും. ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുത്തൻ്റെ കൂടെ ഒരു 40 വർഷമൊക്കെ ജീവിക്കുമ്പോഴേക്കും നിന്റെ ലൈഫ് ഉണ്ടല്ലോ കൊഞ്ഞാട്ടയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പല പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞാട്ട ലൈഫ് തന്നെയാണ് ജീവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനില്ലേ 25 പവൻ സ്വർണം, 2 ലക്ഷം രൂപ, പിന്നെന്ന് പറഞ്ഞ ഒരു ബൈക്ക്. ആ ബൈക്കിന് കളർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം വേറെ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് കേൾക്കണം. നിങ്ങൾക്കറിയാലോ, അതായത് ഈ എന്താണ് വിസ്മയ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അതിന് കാറ് ചെറുതാന്ന് പറഞ്ഞിട്ടില്ല കുഴപ്പം നിങ്ങൾ കണ്ടതല്ലേ. അതായത് 10-15 ലക്ഷം റുപ്യേൻ്റെ കാറ് കൊടുത്തിട്ടും അതവന് പോരാന്ന്. ഇങ്ങനെയുള്ള ഉണ്ണാക്കന്മാരെ ഒരു കാരണവശാലും പെണ്ണ് കഴിക്കരുത്. അതായത് നിങ്ങൾ എത്ര വലിയ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായാലും ശരി, അവൻ ഇങ്ങനെയുള്ള ഈ ഉണ്ണാക്കന്മാർ, അതായത് പൈസ ചോദിച്ചു വരുന്ന, സ്ത്രീധനം ചോദിച്ചു വരുന്ന ഉണ്ണാക്കന്മാരെ ഒരാൾ പോലും കെട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഴുന്നത് എന്താണെന്നറിയാം, ഇതിലും വലിയൊരു ബന്ധം എനിക്ക് കിട്ടാനില്ല. അതായത് ചെക്കനെ കണ്ട പളുങ്ക് പോലത്തെ ചെക്കൻ, അവൻ്റെ ഉദ്യോഗം കണ്ട ലക്ഷങ്ങൾ സാലറി അവന്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങ് വീഴ്ത്തുകയാണ്. വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറും. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഈ കമ്പോളത്തിൽ ബലവേശുകയാണ്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അടുക്ക വന്നിട്ട് ബലവേശുക. ഇത് കൊടുക്കാനും ചില കീടങ്ങളായ മാതാപിതാക്കളുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ പഠിപ്പിച്ച് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്താലും ഇതുപോലെയുള്ള ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഇവരൊക്കെ വരുമ്പോഴേക്ക് അതങ്ങ് ഇളകിപ്പോകുന്ന കുറേ ടീമുകളുണ്ട്. എന്തിനാ അറിയാ, പെണ്ണ് ആടെ പോയിട്ട് നരകിച്ചാലും വേണ്ടിയില്ല, മരുവൻ ഡോക്ടറാട്ടാ, മരുവൻ എഞ്ചിനീയറാണേ, മരുവൻ വലിയ ജോലിയല്ലേ അവിടെ. ഇത് പറയാൻ വേണ്ടിയിട്ട് മകൾ അവിടെ കിടന്നിട്ട് ഇമ്മ നരകയാതനയായിരിക്കും. എന്നാലും ഇവർ വിടൂല, മരുമകൻ എഞ്ചിനീയറാണ്, അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം. അത് 4 ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബില്ല് എന്തോ ഒരു ഭയങ്കര സംഭവം പോലെയാണ്. എന്നാൽ ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു സുഖാപടി ഉണ്ടാവുമോ? അതായത് ഇത്രയും വൃത്തികെട്ട ടീം വേറെ ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, 2 ലക്ഷം 1.5 ലക്ഷം സാലറി ഉണ്ട്. പക്ഷേ വീട്ടിലൊരു പച്ചമീൻ വരെ മേടിക്കൂലായിരുന്നു. കാരണം എന്താണെന്നറിയാം, എന്നും മോരും കഞ്ഞിയാണ് അവൻ്റെ വീട്ടിൽ. ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോലും പോകത്തില്ല. ഇവനെ എങ്ങനെയാണ് കെട്ടിയതെന്നറിയാം, 5 പൈസ കളയില്ല. അതായത് അത്ര നല്ല മാന്യനാ ചെക്കെന്നാണ് ഇവനെ കൊണ്ട് പറഞ്ഞത്.
അതുപോലെ തന്നെയാണ്, തിന്നാനും കൊടുക്കൂല, അതിന് വേടി പോകാനും കൊടുക്കൂല. അതായത് എന്താണെന്ന് ചോദിച്ചാൽ നിനക്കെന്തിനാണ് ഡ്രസ്സ്, നീ എവിടെയെങ്കിലും പോകുന്നില്ല, ഇതാണ് ഓൻ്റെ ചോദ്യം. അതുപോലെ നിനക്കെന്തിനാണെന്നപ്പം മീനെല്ലാം അതെല്ലാം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ നല്ല മോരില്ലേ, അതായത് പാലില്ലേ, ഇത് കുടിച്ചാൽ പോരെ, ഇതാണ് ഇവൻ്റെ ചോദ്യം. അതുപോലെ തന്നെ നിനക്കെന്തിനാണെന്നപ്പോൾ ഷോപ്പിംഗ്, ഇങ്ങനെ പറയുന്ന കുറേ ടീമുകളുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്കുള്ള അനുഭവമല്ലേ ഇത്? നിങ്ങൾ ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവമില്ലേ? നിങ്ങൾക്കൊരു സിനിമക്ക് പോകണമെന്ന് തോന്നാറില്ലേ? നിങ്ങൾക്ക് നല്ല മീൻകറി കൂട്ടണമെന്നില്ലേ? പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ചു തരുന്നവനാണോ നിങ്ങളുടെ ഭർത്താവ്? അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പണ്ടൊരു ചൊല്ലുണ്ട്, ആ ചെയ്യുമ്പോൾ മരം ഇങ്ങനെ അരിച്ചിട്ട് ഇതാക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. മനസ്സിലാകേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. അതായത് ടോയ്ലറ്റ് പോയാൽ ഇവർ അരിച്ചിട്ടേ കളിയുള്ളൂ എന്ന് പറയുന്ന ടീമുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഉണ്ണാക്കന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അതൊന്നുമല്ല ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്നേഹം മാത്രം കൊടുത്താൽ പോരാ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞിട്ട് തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കാണ്ടെന്ന് കഴിഞ്ഞാൽ മതിയാവുക? ഒരിക്കലും അതല്ല. എല്ലാം ചെയ്യണം, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം വേണം, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമപ്പണി എടുത്ത് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് അതിലും നല്ല കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളോ അതോട് കൂടിയിട്ട് തീരും കഥ. ഇനിയിപ്പോൾ അവരെയും നോക്കിയിട്ട് അങ്ങ് നിൽക്കണമല്ലോ എന്ന് വിചാരിക്കും. അതൊന്നുമല്ല. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ഇതാകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇർക്കീസന്മാരും 5 പൈസ ചിലവാക്കാത്തമാരും അവർക്ക് ഭയങ്കര മാർക്കറ്റ് വന്നു. അതാണ് നടന്നത്. എന്താ വെച്ചാൽ ഒരു എളുപ്പമില്ലാതെന്ന് ചില ബ്രോക്കർമാർ പറയുന്നു, ചേക്കൻ 5 പൈസ കളിയില്ല. എന്താ അറിയാ, അതായത് 2 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക്, അവൻ ബൈക്ക് എടുക്കൂല, പെട്രോൾ അടിക്കേണ്ടിയിരുന്നു വിചാരിച്ചിട്ട്. അതുപോലെ ഒരു ഓട്ടോ പിടിക്കൂല, കാരണം അതിന് പൈസ കൊടുക്കണ്ടേ. എന്നിട്ടിങ്ങനെ മറ്റുള്ളവൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു. അങ്ങനെയുള്ള ടീമുകളുണ്ട്. വീട്ടിൽ 3 കാറ് വെച്ചിട്ട് പിന്നെ ബൈക്കിൽ പോകുന്ന ടീമുണ്ടായിരുന്നു. എന്നാ അറിയാം, കാറ് കാണാൻ വേണ്ടി വെച്ചേന്ന്, ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് 3 കാറിൻ്റെ വീട്ടിൽ, എന്നാലും ബൈക്കിലേ പോകുള്ളൂ. അതുപോലെ തന്നെ ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ ഉണ്ടെങ്കിലും ഈ നടുക്കടലിൽ ഈ നായ നക്കിയെ കുടിക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൈസയും ചോദിച്ചു വരുന്ന ഒരുത്തനും, അതായത് അവനൊന്നും ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ തലവെച്ച് കൊടുക്കരുത്. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം മാത്രമാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ മകൾക്കൊരു കാര്യം ചെയ്യും, ഒരു 10 പവൻ സ്വർണം കൊടുക്കുക, ബാക്കി ഇനിയിപ്പോൾ ഒരു 20 പവൻ്റെ പൈസ അതിൻ്റെ പേരിൽ ബാങ്കിലിട്. ഇല്ലെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഓൻ്റെ അണ്ണാക്കിൽ പോകണ്ട, നിങ്ങളുടെ പേരിലിട്. നിങ്ങൾ പറയുക എൻ്റെ മരണശേഷം മാത്രമേ തരികയുള്ളൂ എന്ന് പറയുക. അത് തന്നെ ചെയ്യണം, അതാണ് വേണ്ടത്. എൻ്റെ മരണശേഷം ഈ പറമ്പിൻ്റെ പകുതി ഞാനങ്ങ് തരും എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോഴിവരുടെ തനി സ്വഭാവം പുറത്തു വരും. ചില ആൾക്കാർ നല്ലവരുണ്ടാവും കേട്ടോ. ചില ആൾക്കാർ പറയും മതി, അങ്ങനെ മതി എന്ന് പറയും. പക്ഷേ ചില ആൾക്കാർ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയും തട്ടി പോവുകയും ചെയ്യുമായിരുന്നു. പല വീടുകളിലും നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ നടന്നൊരു സംഭവമാണ്. അതായത് ഇതുപോലെ ഉച്ചയ്ക്ക് താലി കെട്ടാൻ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. എന്നാ അറിയാം, പറഞ്ഞുറപ്പിച്ച തുക അങ്ങോട്ട് എത്തിയിട്ടില്ലാന്ന്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? എനിക്ക് അതിശയമാണ് തോന്നുന്നത്. ഞാനൊരു വീട്ടിൽ പോയപ്പോഴില്ലേ, അവിടെ വണ്ടിക്ക് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വണ്ടി കൊടുത്തത് കുറച്ച് പ്രശ്നമുള്ള വണ്ടിയാന്ന് പറഞ്ഞിട്ട്, അതായത് കുറച്ച് പഴയ വണ്ടിയാന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ മാത്രം പറയും ഇവർക്ക് വണ്ടിയും വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ദുരാചാരങ്ങളാണ് നമ്മുടെ മലയാളികൾ കൊണ്ടുവരുന്നത്. ഏതായാലും ആ ഒരു പെൺകുട്ടീനെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം അത് ചെയ്തതാന്ന് ശരി, നാട്ടുകാർ 2 ദിവസമേ പറയുള്ളൂ മോളെ, അതങ്ങ് സഹിച്ചു കളാ. അതുപോലെ വീട്ടുകാരും ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സഹിച്ചു കളാ. പക്ഷേ നീ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, 4 ആൾ കാണട്ടെ ഇതൊക്കെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഉണ്ണാക്കന്മാരുണ്ടോ, അവന്മാർക്ക് ഒരു വിവരം വരട്ടെ. എന്നിട്ട് ഇതുപോലെയല്ല എൻ്റെ ഭാര്യ എന്നെ നോക്കേണ്ടതെന്ന് വിചാരിക്കട്ടെ. നന്ദി, നമസ്കാരം.